എല്ലാവർക്കും ടെക്ലൈം അതിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന iQOO Z10R കുറിച്ചാണ്. ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ജൂലൈ 24 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഓൾമോസ്റ്റ് സ്പെക്കിംഗ് കണക്ക് ലീക്ക് ആയിട്ടുണ്ട്. സോ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ തൊട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നമ്മൾ T3 അൾട്രയിലെ കണ്ടുവന്ന ഡിസൈൻ തന്നെയാണ്. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 7.3 mm ആണ് തിക്നെസ് വരുന്നത്. സോ നല്ല തിന്നായിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. മാറ്റ് പ്ലാസ്റ്റിക് ബാക്ക് ആണ് വരുന്നത്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ്. പിന്നെ IP69 റേറ്റിംഗും വരുന്നുണ്ട്. പിന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ട് പരിചിതമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ 6.77 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ 120 ഹെർട്സിന്റെ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം കർവായിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. HD10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ബ്രൈറ്റ്നസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എത്രയാണെന്നുള്ളത്. അതിന്റെ ലീക്സ് ഒന്നും വന്നിട്ടില്ല. ഗോറില്ല ഗ്ലാസ് ഉപയോഗിക്കാൻ ചാൻസ് കുറവാണ്. ഷോർട്ട് സെൻസേഷൻ അങ്ങനെ ഗ്ലാസ് ആയിരിക്കും ഉപയോഗിക്കാൻ ചാൻസ് കൂടുതൽ. സോ ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ക്വാഡ് കർവ്ഡ് ആണ്. സോ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. ഗെയിമിങ്ങിനൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇവിടെ കർവ്ഡ് ആണ് വരുന്നത്. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല തന്നെയായിരിക്കും സ്മാർട്ട് ഫോണിന്റെ. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ MediaTek Dimensity 7400 ആണ്. 4nm പ്രോസറാണ്. പുതിയ പ്രോസറാണ്. പേര് മാത്രമേ പുതിയ ഉള്ളൂ. ബാക്കി സ്പെക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് Dimensity 7300 ആയിട്ട് നല്ല സാമ്യം തന്നെ വരുന്നുണ്ട്. വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. LPDDR4X RAM ആണ് വരുന്നത്. UFS 2.2 ആണോ 3.1 ആണോ എന്ന് സംശയമുണ്ട്. അണ്ടർ 20 ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. മിക്കവാറും UFS 2.2 ആണ് ചാൻസ് കൂടുതൽ. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 7,77,255 ആണ്. CPU 2,27,672, GPU 1,76,970 ആണ് സ്കോർ വരുന്നത്. അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. നമുക്ക് അണ്ടർ 20 വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് BGMI ഒക്കെ ഒരു 60 FPS കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ പറ്റിയ ചിപ്സെറ്റ് തന്നെയാണ്. അത് ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചിപ്സെറ്റ് ആണ്. FunTouchOS 15 ആണ് വരുന്നത്. വോയിസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് എന്തായാലും മിനിമം 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ് 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തായാലും കിട്ടും. പിന്നെ FunTouchOS അറിയാൻ ഇച്ചിരി ബ്ലോട്ട് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നൊന്ന് ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ക്യാമറകൾ നോക്കുവാണെങ്കിൽ പരിചിതമായിട്ടുള്ള ക്യാമറ സെൻസറാണ് ഉപയോഗിച്ചേക്കുന്നത്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷത്തെ ഫുൾ എല്ലാ മിക്ക ഈ സ്മാർട്ട് ഫോൺസിലും അണ്ടർ 25K ഉള്ള മിക്ക സ്മാർട്ട് ഫോൺസിലും വന്ന സെൻസർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു 50 മെഗാ സോണി IMX882 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ സ്മാർട്ട് ഫോണിൽ കുറച്ചുകൂടി വ്ളോഗേഴ്സിന് പറ്റിയ സ്മാർട്ട് ഫോൺ എന്നാണ് പറയുന്നത്. പിന്നെ 8 മെഗാ അൾട്രാഡ് വരുന്നുണ്ട്. പിന്നെ 32 മെഗാ സെൽഫി ക്യാമറ വരുന്നുണ്ട്. അവിടെ 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. 30 ആണോ 60 ആണോ സംശയമുണ്ട്. അതിന്റെ ലീക്ക് വന്നിട്ടില്ല. പക്ഷെ 4K എന്തായാലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാമറ കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. ബാക്കിൽ നമുക്ക് ലോ ലൈറ്റിലൊക്കെ ഇച്ചിരി പെർഫോമൻസ് കുറയും. കാരണം സെൻസറൊന്നും അത്ര വലിയ സെൻസറൊന്നും അല്ല ഉപയോഗിക്കുന്നത് ബാക്ക് ക്യാമറയില്ല. സോ ഫ്രണ്ട് ക്യാമറ ഇച്ചിരി നല്ല പെർഫോമൻസ് എന്തായാലും കാണും. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 5700 mAh ബാറ്ററിയാണ്. പിന്നെ ബാറ്ററി ചാർജിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല എത്ര വാട്ട്സ് ആണ്. ചില ലീക്സ് ഒക്കെ പറഞ്ഞാൽ 90 വാട്ടാണെന്നാണ് പറയുന്നത്. എന്തായാലും ബോക്സിൽ നമുക്ക് എന്തായാലും ചാർജർ കിട്ടും. പിന്നെ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 8GB 128, 12GB 256 വേരിയന്റ് വരുന്നത്. അണ്ടർ 20K ആയിട്ടാണ് പറയുന്നത്. ഒരു 18 തൊട്ട് 20,000 രൂപ പ്രൈസ് റേഞ്ച് ആയിരിക്കും മിക്കവാറും ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് വരും. ആ പ്രൈസ് റേഞ്ച് അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോണാണ്. മോർ ഓഫ് എ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കും ഇത്. പിന്നെ വ്ളോഗേഴ്സിന് പറ്റിയെന്നാണ് പറയുന്നത്. അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ബിൽഡ് അത്യാവശ്യം നല്ല ബിൽഡ് വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേ നമ്മൾ പറയുകയാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സോ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. പിന്നെ പെർഫോമൻസ് അത്യാവശ്യം ഉണ്ട്. പിന്നെ പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ലതാണ്. സെൽഫി നല്ലതായിരിക്കും. പിന്നെ ബാറ്ററി 5700 mAh ബാറ്ററി തന്നെ വരുന്നുണ്ട്. ഒരു ബാലൻസ്ഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ് വരാൻ പോകുന്നത്. സോ അണ്ടർ 20K ഒരു നല്ല സ്മാർട്ട് ഫോൺ ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.